ഏറ്റവും മുകളിലെ ഫ്ലോറിൽ മെഷീൻസ് ഉള്ള സ്ഥലത്താണ് തീപിടുത്തമുണ്ടായത്. മുൻപുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ സ്ക്രീനിൽ ഒരു വശത്ത് കാണുന്നത്. ഇത്രയും പുകപടലങ്ങളും തീയും ഇപ്പോൾ അവിടെ ദൃശ്യമല്ല. കാരണം തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല പുകയുടെ വലിപ്പവും കുറഞ്ഞിട്ടുണ്ട് എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്ന കാര്യം. അപ്പോൾ അപകടകരമായിട്ടില്ല, മെഷീൻസിന് അപകടം ഉണ്ടായെങ്കിലും മനുഷ്യർക്ക് അപകടം ഉണ്ടായിട്ടില്ല എന്നാണ്. തീപിടുത്തം പൂർണ്ണമായും നിയന്ത്രണ വിധേയമായി എന്നാണ് അധികൃതർ അറിയിക്കുന്നത്. കോഴിക്കോട് നഗരത്തിൽ നിന്ന് പുതിയ അടുത്തുകൂടിയോടൊപ്പം ചേരും. തീ അണച്ചോ? തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമായി എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇത് ഈ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ പുതിയ കെട്ടിടമാണ്, സി ബ്ലോക്ക് ആണ്. ഇതിൽ 8ാം നില വരെയാണ് രോഗികൾ ഉണ്ടായിരുന്നത്. ഇതിപ്പോൾ 9ാം നിലയിൽ, അതായത് AC അടക്കമുള്ള സാങ്കേതിക വിദ്യകളുള്ള ഭാഗത്താണ് ഇത്തരത്തിലുള്ള ഒരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ അധികൃതരെത്തി നമ്മളോട് അറിയിച്ചിട്ടുള്ളത് തീപിടുത്തം നിയന്ത്രണ വിധേയമായി എന്നാണ്. മുകളിലത്തെ നിലയിൽ നിന്നായിരുന്നു, അതായത് 9ാം നിലയിൽ നിന്നായിരുന്നു തീപിടുത്തം ഉണ്ടായത്. ഈ AC ഒക്കെ വർക്ക് ചെയ്യുന്ന ഭാഗത്ത് നിന്നാണ്. ഇവിടെ ഇൻസുലേഷന്റെ കാര്യങ്ങളൊക്കെ നടക്കുകയായിരുന്നു എന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജീവനക്കാർ മാത്രമാണ് ഈ ഭാഗത്ത് ഉണ്ടായിരുന്നത്. 8ാം നില വരെയാണ് ഇവിടെ രോഗികളടക്കമുള്ള ആളുകൾ ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ചെറിയൊരു തീപിടുത്തം മാത്രമാണ് ഉണ്ടായത്. ഈ ഭാഗത്ത് നിന്ന് ആളുകളെ മാറ്റേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പോൾ 4 യൂണിറ്റുകളും ഫയർഫോഴ്സുകളാണ് എത്തിയത്. തീ അണക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നു. ഇതിനിടയിൽ ഇപ്പോൾ പുക മാത്രമാണ് ഉയരുന്നത് എന്നാണ് അധികൃതരിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മുകൾ ഭാഗത്തൊക്കെ തന്നെ പുക ഉയരുന്നുണ്ട്. നിഷാദ്, ശരി. എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ എന്തെങ്കിലും മെഷീൻസിനുണ്ടായ AC പ്ലാന്റിലുണ്ടായ തീപിടുത്തം എന്നുള്ള ആദ്യം മനസ്സിലാക്കിയത്, അങ്ങനെ തന്നെയാണ് നമുക്ക് ഇപ്പോഴും കിട്ടുന്ന വിവരം. പ്രാഥമിക നിഗമനമുള്ളത്, അതായത് ഈ ഭാഗത്ത് മുകൾ ഭാഗത്ത് AC ആണ്, AC-യുടെ കാര്യങ്ങളൊക്കെയാണ് ഈ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് AC ഇൻസുലേഷൻ നടക്കുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അധികൃതരിൽ നിന്ന് നമുക്ക് അതാണ് അറിയാൻ സാധിക്കുന്നത്. AC പ്ലാന്റിനെ തീപിടിക്കുകയായിരുന്നു എന്നാണ് സൂചന. രോഗികളില്ലാത്ത ഭാഗമായതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള അപകടമൊന്നും ഉണ്ടായില്ല. ജീവനക്കാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. അവർ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മാറുകയും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള അപകടത്തിലേക്ക് പോയില്ല. ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമായി എന്നാണ് അധികൃതരിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഫയർഫോഴ്സ് യൂണിറ്റുകൾ കൂടുതൽ എത്തുന്നുണ്ട്. പുക ഉയരുന്ന ഭാഗം മാത്രമാണ് നമുക്ക് താഴെ നിന്ന് കാണുന്നത്. ധാരാളം പുക ഉയരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എങ്കിലും അധികൃതരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് തീ നിയന്ത്രണ വിധേയമായി. അവിടെ ആദ്യഭാഗത്തൊക്കെ തന്നെ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്ന പോലെ വലിയ രീതിയിലുള്ള ഒരു തീ ഉയർന്നിരുന്നു. ആശങ്കാജനകമായ രീതിയിൽ തന്നെയായിരുന്നു തീ ഉയർന്നിരുന്നത്. എന്നാൽ നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് അവിടെ ഈ ഏകദേശം തീയൊക്കെ അണഞ്ഞ് ഈ പുക മാത്രമാണ് ഉയരുന്നത്. എന്തായാലും ഈ ഷോർട്ട് സർക്യൂട്ട് ആണ്, അല്ലെങ്കിൽ AC-യിലുണ്ടായ ചെറിയ സാങ്കേതിക തകരാറുകളാണ് ഇത്തരത്തിലൊരു തീപിടുത്തത്തിലേക്ക് എത്തിച്ചത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഉദ്യോഗസ്ഥരിൽ നിന്ന് മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. അല്പസമയത്തിനകം തന്നെ നമുക്ക് എന്താണ് കാരണം എന്നുള്ളതൊക്കെ അറിയാൻ സാധിക്കുമെന്ന് കരുതുന്നു. ശരി. ആശുപത്രിയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന തീപിടുത്തം ആശങ്കാജനകമല്ല എന്നതാണ് പ്രത്യേകമായി എടുത്തു കാണേണ്ട ഒരു കാര്യം. കോഴിക്കോട് നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രികളിലൊന്നും ഏറ്റവും വലിയ ആശുപത്രികളിലൊന്നുമാണ് ബേബി മെമ്മോറിയൽ. കോഴിക്കോട് നഗര കേന്ദ്രത്തിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ മുകളിലത്തെ നിലയിൽ, പുതിയ ബ്ലോക്കിലെ മുകളിലെ നിലയിലാണ് നാട്ടുകാർ തീ കണ്ടത്. തീയും പുകയും. 1 മണിക്കൂർ മുമ്പുണ്ടായ തീപിടുത്തം ഏതാണ്ട് പൂർണ്ണമായും നിയന്ത്രണ വിധേയമായി എന്നാണ് ഫയർഫോഴ്സും ആശുപത്രി അധികൃതരും അറിയിക്കുന്നത്. ഏതെങ്കിലും നിലയ്ക്ക് ആളുകൾക്കോ രോഗികൾക്കോ അല്ലെങ്കിൽ അവിടെ കൂട്ടിരിപ്പുകാർക്കോ അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫിനോ ഒന്നും അപായമുണ്ടാക്കുന്ന നിലയ്ക്കുള്ള അപകടമല്ല എന്നാണ്. മുകളിലെ നിലയിലെ AC പ്ലാന്റിലുണ്ടായ ഷോർട്ട് സർക്യൂട്ടാണ് പുക ഉയരാൻ കാരണമായത് എന്ന് മനസ്സിലാക്കുന്നു. അത് അണയ്ക്കാൻ കഴിഞ്ഞുവെന്നാണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത്. അപകട സാധ്യത ഉണ്ടാകുമോ എന്നറിയാത്തതുകൊണ്ട് അവിടെ കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കാജനകമായ ഉണ്ടാക്കുന്ന തരത്തിലുള്ള സാഹചര്യം ഇപ്പോൾ ഇല്ല. ആർക്കെങ്കിലും പരിക്ക് പറ്റിയതായോ അല്ലെങ്കിൽ അപകടമുണ്ടായതോ ആയിട്ടുള്ള വിവരങ്ങൾ ഇപ്പോൾ ഇല്ല എന്ന് മാത്രമല്ല തീ അണയ്ക്കാൻ കഴിഞ്ഞുവെന്നുമാണ്. അകത്തേക്ക് ആളുകളെ പ്രവേശിപ്പിക്കുന്നില്ല. പുറത്തുനിന്ന് നോക്കുമ്പോഴും മുൻപുണ്ടായിരുന്ന അത്ര വലിയ പുകയോ തീയോ ഇപ്പോൾ കാണുന്നില്ല എന്നതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്തായാലും തീ നിയന്ത്രണ വിധേയമായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ദൃക്സാക്ഷികൾ ഒപ്പം ഫയർഫോഴ്സും ആശുപത്രി അധികൃതരും അറിയിക്കുന്നത്. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ അല്പസമയം മുൻപാണ് 9 മണിക്ക് ശേഷമാണ് ഇതുപോലെ പുക ഉയരുന്നത് കാണുകയും നാട്ടുകാരത് അറിയിക്കുകയും ചെയ്തത്. AC പ്ലാന്റിലുണ്ടായിട്ടുള്ള ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണം എന്ന് വിചാരിക്കുന്നു. രോഗികളില്ലാത്ത ഭാഗത്താണ് തീപിടുത്തം ഉണ്ടായത് എന്ന കാര്യം നമ്മളിപ്പോൾ ഉറപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും നിലയ്ക്കുള്ള അപകടം ഉണ്ടായിട്ടില്ല. കോഴിക്കോട് നഗരത്തിലെ പ്രധാന ആശുപത്രിയാണ് അതിൻ്റെ C ബ്ലോക്കിൽ, അതായത് പുതിയ അതിൻ്റെ ഒരു മെയിൻ
ആദ്യം ഉണ്ടായിരുന്ന പ്രധാന ബ്ലോക്കിലല്ല, അതിൻ്റെ അപ്പുറത്തെ റോഡിൻ്റെ വശത്തുള്ള ബ്ലോക്കിൻ്റെ ടോപ്പ് ഫ്ലോറിലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. പക്ഷേ അപകടകരമായി ഒന്നുമില്ല എന്നാണ് മനസ്സിലാക്കുന്ന കാര്യം.